ഇന്ന് ഞങ്ങൾ പത്തനംതിട്ട തിരുവല്ലയിലെ പ്രശസ്തമായ ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ് ഞാനും ഇഷുക്കുട്ടിയും. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. ഈ ക്ഷേത്രം 108 വൈഷ്ണവ ദിവ്യ ക്ഷേത്രങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിന് നിത്യവും കഥകളി വഴിപാടായി നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട്. ഇവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായി 12,000-ലധികം കുലകൾ സമർപ്പിക്കുന്ന വഴിപാട് പ്രശസ്തമാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അന്ന് തന്നെയാണ് കൊടിയേറ്റവും. വൈകിട്ട് 4:25 5 മണിക്ക് ഇടയ്ക്ക്. അപ്പൊ ഈ കൊലയും കൊണ്ട് അവിടെ ഇവിടെ വെച്ചിട്ട് ചൂളക്കിടും പഴുക്കാനായിട്ട്. അപ്പൊ ഇവിടുന്ന് കൊണ്ടുവരുമിച്ച് ഇത് ശ്രീ തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തില് അത് ചൂളക്കിട്ടിട്ട് അവിടുന്ന് കൊടിയേറ്റന്ന് രാവിലെ 7 മണിക്ക് ശേഷം 8 മണിക്കാകുമായിട്ട് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് ഭക്തരെ എടുത്തുകൊണ്ട് വരും. ഇവിടെ ഭഗവാൻ നിവേദിക്കും. അത് കഴിഞ്ഞ് കൊടിയേറത്തുള്ളൂ. കൊടിയേറുന്ന വൈകിട്ട്. അന്ന് വൈകിട്ട് അതിന് മുഹൂർത്തമുണ്ട്. ശരി, ഓക്കെ. ഉത്സവത്തിന്റെ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ഫെബ്രുവരി 19 വൈകിട്ട് കൊടികയറ്റമാണ്. ഉത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും വരണം. 10 ദിവസത്തെ ഉത്സവമാണ്. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണ്. വടക്ക് വശത്ത് സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠയുമുണ്ട്. കുംഭമാസത്തിലെ 10 ദിവസത്തെ ഉത്സവവും മീനമാസത്തിലെ ഉത്ര ശീവേല്യമാണ് അമ്പലത്തിലെ പ്രധാന ആഘോഷങ്ങൾ. സായാഹ്ന വേളയിൽ അമ്പലത്തിൻ്റെ ഭംഗിയും സൂര്യൻ അസ്തമിക്കുന്ന ആ ദൃശ്യവും കാണാൻ അതിഗംഭീരം തന്നെ. ക്ഷേത്രത്തിൻ്റെ കുളത്തിലെ ദൃശ്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. വളരെ വിശാലമായ ഒരു ക്ഷേത്രക്കുളമാണ് ഇവിടെ ഉള്ളത്. ക്ഷേത്രക്കുളത്തെ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. കുളത്തെ 2ആയി ഭാഗിച്ചിരിക്കുന്നതായി കാണാം. അങ്ങനെ ചെയ്തിരിക്കുന്നത് ഓരോ ഭാഗങ്ങളും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവാം. ക്ഷേത്രക്കുളത്തിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മീനുണ്ട്. തുള്ളി ചാടി നടക്കുക. കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുവരണേ ഇത് കാണിക്കാൻ വേണ്ടി. ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സർവ്വമതസ്ഥരും ഒരുപോലെ കൊടി ഉയർത്തുന്ന സമയത്ത് ഇവിടെ കാണുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഇതിനെ ജനകീയ കൊടിമരം എന്നും പറയാറുണ്ട്.
ക്ഷേത്രവിശേഷങ്ങൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം. തുടങ്ങാൻ പോവാ അല്ലേ? ഉത്സവം ആ 19-ാം തീയതി കൊടിയേറുന്നു. ആ പിന്നെ 10 ദിവസത്തെ ഉത്സവം. ആ അത് ഭയങ്കര ഉത്സവമാണ്. ആണല്ലേ? അപ്പൊ ഈ സൈഡിലെങ്ങും ഒരു വണ്ടിയോ ആൾക്കാർക്കോ പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. അതുപോലെ തിരക്കാണ്. അതെ, തിരക്കാണ്. ആ അമ്പലത്തിന്റെ പേരറിയാമോ? തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. ശ്രീവല്ലഭ ക്ഷേത്രം. ശ്രീവല്ലഭ ക്ഷേത്രം. ഞങ്ങൾ ഇന്ന് മഹാവിഷ്ണുവാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ, ഞങ്ങൾ ഇന്ന് വന്നപ്പോ ഒരു പ്രത്യേകത കണ്ട്. എന്ന് വെച്ചാൽ വാഴക്കൊല എല്ലാരും കൊണ്ട് വെക്കുന്നത്. അത് 12 കാളിക്കൊലയുടെ പന്തീരായിരത്തിന്റെ വഴിപാടാണ്. ആണോ? എന്നാന്ന് ഡേറ്റ് എനിക്കറിയത്തില്ല. കൊണ്ട് സമർപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞ് ഉത്സവം തുടങ്ങുന്ന അന്നാണ് ഈ കൊലയെല്ലാം അവിടെ അടുത്തൊരു അമ്പലത്തിൽ എവിടെയോ എന്തിനോ വെക്കുവോ പഴുക്കാൻ വേണ്ടി? പഴുക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഇരിക്കും. അവിടെ തന്നെ നിന്ന് പഴുക്കുള്ളൂ. കൊണ്ട് കൊണ്ടുപോകത്തില്ല. അവിടെ ഇങ്ങനെ കൂമ്പാരമായിട്ട് അടുക്കി വെക്കും. ആണോ? എവിടെ പഴുത്തില്ലേലും 1-ാം തീയതി കൊടുത്തോണ്ടിരിക്കും പഴം. പഴമല്ല, കൊലയോട് ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് അവിടെ പൂജയ്ക്കെടുക്കും വെച്ച് ബാക്കി ഇങ്ങനെ കൊടുക്കും. പൂജയ്ക്കെടുക്കുന്ന പഴവും ഉൾപ്പെടെ കൊടുത്തോണ്ടിരിക്കും. പക്ഷെ ഞാനറിഞ്ഞ ഇങ്ങനെ എവിടെയോ വെച്ച് പഠിപ്പിക്കുമെന്നാ ഒരു കൂട്ടർ പറഞ്ഞത്. അതാ എന്റെ ഓർമ്മയ്ക്ക് ഇതുവരെ പഠിപ്പിക്കാനെങ്കിലും പറ്റിയിട്ടില്ല. ഇല്ല, ഇവിടെ തന്നെ ഇരുന്ന് അങ്ങ് പഠിക്കുക. ആണല്ലേ? എന്തായാലും അത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു അതിശയമായി പോയി. പഠിച്ചില്ലേലും അന്നേ ദിവസം എടുക്കും. പഴവാൻ ആവശ്യമുള്ള പഴം എടുത്തിട്ട് ബാക്കി നമുക്ക് തരും. ഭക്തജനങ്ങൾക്ക് വേണ്ടി ദാനമായിട്ട്. വിലക്കല്ല, ദാനമല്ല. ഇവിടെ രാവിലെ ഘോഷയാത്രയായിട്ട് പഴമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. ഘോഷയാത്രയും പഴമൊക്കെ ആയിട്ട് വരും. അത് കൊടി കയറുന്ന അന്നല്ലേ? കൊടി കയറുന്നു. ലോട്ടറി വിൽക്കുക. ഞാൻ ഇവിടുത്തെ ലോട്ടറി വിൽക്കുന്ന ആളാണ്. സ്ഥിരമായിട്ട് ലോട്ടറി വിൽക്കുന്നു. സ്ഥിരമായിട്ട് രാവിലെ ഒരു 9 മണിക്ക് ഇവിടെ വരും. ഒരു 10-10:30 വരെ കറങ്ങി തിരിഞ്ഞ് പോകും. അവിടെ നിന്ന് പിന്നെ ഒരു 11 മണിയായി ഇവിടെ വന്നാൽ 7 മണിയായിട്ടേ വീട്ടിൽ പോകും. അതുവരെ നാളത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. എല്ലാവരും വന്ന് വാങ്ങിക്കട്ടെ ടിക്കറ്റ്. എല്ലാവരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. പ്രൈസും ഉണ്ട്. ചെറിയ പ്രൈസ് ഉണ്ട്. 2 സെക്കൻഡ് പ്രൈസ് വന്നായിരുന്നു. ഒരു ഫസ്റ്റ് പ്രൈസിന്റെ അടുത്ത നമ്പർ വന്നു. നമുക്ക് സമയനോട്ടം ആയതുകൊണ്ട് കയറി വീണില്ല. ചിലപ്പോൾ ഒരു പക്ഷേ കയറി വീഴുകയാണെങ്കിൽ ഞാനും അങ്ങ് രക്ഷപ്പെടും. അതുപോലെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാകട്ടെ, എപ്പോഴും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു. ഒരു സന്നിധിയിൽ നിലകൊള്ളുന്നു. അതെ. അപ്പൊ ഉത്സവത്തിന് മാത്രമുള്ള ഇവിടെ വിശേഷം, അതോ ഈ ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ വിശേഷം ഇവിടെ? വിശേഷ ഉത്സവമാണല്ലോ. അല്ല, അത് കഴിഞ്ഞാൽ പിന്നെ ദിവസവും ഉത്സവം പോലെ ആണല്ലേ? ഓരോ 1-ാം തീയതിയൊക്കെ ഭയങ്കര ആളാണ്. ഇവിടെയൊക്കെ ഭക്തജനങ്ങളുടെ തിരക്കാണ്. പേര്? എന്റെ പേര് ലത. എന്റെ പേര് ഭാസ്കരൻ. ലോട്ടറി ഭാസ്കരൻ ലോട്ടറി. ശരി, സന്തോഷം. പിന്നെ പറയുന്ന ലത. ലത ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ നിന്ന് ലോട്ടറി വിൽക്കുന്ന ഭാസ്കരനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചുകൊണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി ഇത്രയും നേരം ഭഗവാനെ കുറിച്ചൊന്ന് സംസാരിക്കാനൊരു അവസരം തന്ന ലതയ്ക്ക്, പുന്നപ്പുറക്കാരിയായ ലതയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനത്തോടു കൂടി സംസാരം നിർത്തുന്നു. ഓക്കെ. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ഭാസ്കരൻ ചേട്ടന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.